ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു, ഷോർട്സ് അപ്പോൾ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ ലോങ് കുറേ ദിവസമായി. അപ്പം ഇതാണെങ്കിൽ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. കുറേ ദിവസം മീൻസ് നമ്മുടെ ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിനന്ന് ശിവരാത്രിയുടെ പിറ്റേ ദിവസം എടുത്ത് വെച്ചതാണ്. അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ പല്ല് തേപ്പിൻ്റെ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ഇട്ടേക്കുന്നതുകൊണ്ട് വോയിസ് ഓവർ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവരാണെങ്കിൽ രാവിലെ ഇന്നലെ വൈകുന്നേരം പൊറോട്ടയും ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് രാവിലെ കൊടുത്തു. കഴിക്കാൻ പോകേണ്ട തന്നെ ഇവൻ എൻ്റെ കയ്യിലുമായിട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഉപ്പുമാവായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അന്ന് എന്താ വ്യാഴാഴ്ച ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഉപ്പുമാവ് കഴിച്ചു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് സാധാരണയൊക്കെ ആണെങ്കിൽ ഉത്സവത്തിന് രാവിലത്തെ കഴിപ്പ് പതിവില്ലാത്ത കേട്ടോ. കാരണം രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് സാധാരണ നമ്മൾ ഉണ്ടാക്കാറില്ല. ഇപ്പം പിള്ളേരും ഉണ്ട്, ഏട്ടനൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു രാവിലെ കുറച്ച് കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നേരെ ഞങ്ങളൊരു 12 മണിയാകുമ്പോഴത്തേനും സദ്യ കഴിക്കുന്ന രീതിയിലാക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് സദ്യവട്ടത്തിനുള്ള കൂട്ടാനുള്ള പരിപാടിയിലാണ്. ആദ്യമേ തന്നെ സാമ്പാറിനുള്ള എല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിയലിനുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞു കൊടുക്കണം. പിന്നെ അരിയുന്ന ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ പറങ്ങാടിയപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. പറങ്ങാടിയപ്പൂപ്പനാണെങ്കിൽ നിങ്ങളുടെ ഇവിടെയൊക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഓതാൻ വേണ്ടിയിട്ട് വരും. എന്താ നമ്മുടെ വീടിൻ്റെയും കണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ ഓതിട്ട് പോകും. പിള്ളേരെയൊക്കെ നിർത്തിയിട്ട് ഓതിപ്പിച്ചിട്ട് അപ്പോഴത്തേനും ദൈവമാണെങ്കിൽ 2 നാരങ്ങയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം പിഴിഞ്ഞ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ഫോൺ വാങ്ങിച്ചിട്ട് വീഡിയോ എടുക്കും കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം അവർക്ക് നല്ല ചൂടാണല്ലോ ഈ സമയത്ത്, ഭയങ്കര ചൂടാണ്. സാധാരണ ശിവരാത്രിയാണെന്ന് ഒന്ന് മഴ പെയ്ത് ഇതാവുന്നതാണ്. ഇപ്രാവശ്യം ഒന്ന് ചാറിപ്പോയതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ചാറിപ്പോയാൽ ഭയങ്കര ചൂടുമായിരിക്കും. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ഗ്ലാസ് എടുക്കുന്നത് കേട്ടോ. എല്ലാവരും കൂടെ അടിയുണ്ടാവും. ഒരാൾക്ക് ഇത് ദേവമോടെ കൈയായിട്ടോ കാണുന്നത്. ഇപ്പം ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും ഇത് കാണുന്നത് അവിടെ കൈയിലിടയ്ക്ക് വിട്ടത്. പിന്നെ എന്തായാലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനാണെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് എടുത്ത് കൊടുക്കുന്നത്. കുപ്പി ഗ്ലാസ് ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരാൾക്ക് പരാതി, അല്ലെങ്കിൽ എല്ലാവർക്കും അത് കൊടുക്കണം. പിന്നെ കുഞ്ഞിയുടെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ പണി നോക്കണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് എല്ലാവർക്കും പകർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾക്കാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ മടിയായതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാരങ്ങാവെള്ളം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കും. അപ്പം അതൊക്കെ കുടിച്ചിട്ട് അവരൊരു സൈഡിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള അരിയാനുള്ളത് അരിഞ്ഞു കൊടുക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ പാവയ്ക്കൊക്കെ ഉള്ളത് മെഴുക്കോട്ടയ്ക്കുള്ളത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. തോരനുള്ള അരിഞ്ഞു കൊടുത്തു. അങ്ങനെ അരിച്ചിൽ പരിപാടികളെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. ഇവളാണെങ്കിൽ ഇവിടെ മറ്റേ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരവണ ഉണ്ടല്ലോ, അരവണ കഴിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് അവൾ സൈഡിലേക്കുള്ളത് കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഇവിടെ കറികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. പരിപ്പും പച്ചടി, അവിയൽ, സാമ്പാർ, മോരുകറി, അച്ചാർ, അങ്ങനെയുള്ള മെഴുക്കുവരട്ടി അടുപ്പിൽ കിടക്കുന്നുണ്ട്. പാവയ്ക്കാട്ടോ എനിക്കിഷ്ടമല്ല. അത് സാമ്പാറായിട്ട് കാണിക്കും. നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അത് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് കേട്ടോ വൃത്തിയാക്കലും കാര്യങ്ങളും നടന്നിട്ടില്ല. അതായത് അവിയലാട്ടോ. അപ്പോൾ അതെല്ലാം പകർത്തിയിട്ട് ആദ്യമേ മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അമ്മ അവിടെ പപ്പടം കാച്ചുന്നുണ്ട്. അപ്പോൾ പിള്ളേരെ ആദ്യമേ ഇരുത്തിയിട്ട് അവർക്കും കൊടുത്തു. കാരണം രാവിലെ അവർക്ക് കാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് പിന്നെ അവർക്ക് ആ നാരങ്ങ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചെങ്കിൽ അവർക്കും കൊടുക്കാമെന്ന്. അപ്പോൾ അവർ ഇരുത്തി ആദ്യമേ കഴിപ്പിച്ചു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ കഴിക്കുന്നൊന്നും എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല ഏട്ടനാണെങ്കിൽ അങ്ങ് ഓഫീസിൽ പോവുകയും ചെയ്തു കേട്ടോ. രാവിലെ തലേദിവസം ശിവരാത്രി ആയിരുന്നല്ലോ, അതിന് 2 ദിവസം മുമ്പ് ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പിച്ച് പിന്നെ ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഏട്ടൻ ഓഫീസിൽ പോയി. അപ്പോഴത്തേനും ഒരു 3-3:30 ആയപ്പോഴത്തേനും നമ്മുടെ ഇവിടുന്ന് കാളയുണ്ടായിരുന്നു. അപ്പം കാളയെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകുക കേട്ടോ. അതിനുവേണ്ടി ചെണ്ടമേളക്കാരും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് മേളിലോട്ട് കയറി നിന്ന്. ഉത്സവത്തിൽ നമ്മുടെ കരയിൽ നിന്ന് കാളയുണ്ട് കേട്ടോ. പണ്ട് മുതലേ ഉണ്ട്. പണ്ട് അച്ഛനൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കാള എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ കൊച്ചു പിള്ളേരെ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വർഷമാണെങ്കിൽ കാളയില്ല എന്നൊക്കെ ആദ്യം പറയുന്നിട്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇവർ ഒരാഴ്ച കൊണ്ട് തട്ടിക്കൂട്ടിയതാണ് ഇത്. പക്ഷെ എന്നാലും എൻ്റെ കൂടെ ആണെങ്കിൽ കുറേ പെൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തുള്ളാനും കാര്യങ്ങൾക്കുമൊക്കെ. അവരൊക്കെ ആണെങ്കിൽ ഇവിടെ വെച്ചിട്ടേ ഉണ്ടാകുന്ന വിചാരിച്ച് കുറച്ചങ്ങോട്ട് മേളിലോട്ട് കയറി നിൽപ്പുണ്ട്. അപ്പോൾ ഈ കാള പോകുന്നതിൻ്റെ പുറകെ അവരും പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ആദ്യമേ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് അവിടെ നിന്ന് എടുക്കാറ്. അതെടുത്തിട്ട് വന്നോട്ടാണല്ലോ ഇവിടുത്തെ നിൽപ്പാട്ടോ. ഇവിടുന്ന് പിന്നെ ചെണ്ടമേളമൊക്കെ ആക്കിയിട്ട് അങ്ങ് പോകും അവർ.
അവർ നേരെ അമ്പലത്തിൽ പോയിട്ട് എല്ലാവരും കൂടെ പിന്നെ ഘോഷയാത്രയായിട്ട് താഴോട്ട് പോകാറ് കേട്ടോ. ഇതാണെങ്കിൽ പിന്നെ കുഞ്ഞാറ്റ അച്ഛനൂടെ പോയിട്ട് അമ്പലത്തിൽ ഞങ്ങൾ പോയില്ല, കുഞ്ഞാറ്റയും കൊണ്ട് അച്ഛൻ പോയി. ഞങ്ങൾ ഏടെങ്കിൽ ഏട്ടൻ വന്നിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇവിടെ നിൽക്കുവാണ്. ഇപ്പോഴും പോയിട്ട് കാര്യമൊന്നുമില്ല, ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ട് കാളെല്ലാം വന്ന് തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ പോസ്റ്റ് അടിക്കണ്ടാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ചു ഏട്ടൻ വന്നിട്ട് പതുക്കെ പോകാമെന്ന് വണ്ടി. നല്ല ഉടുപ്പാണല്ലോ ഇട്ടേക്കണേ, സുന്ദരി ഉടുപ്പാണല്ലോ ഇട്ടേക്കണേ. ഇന്നത്തെ എന്താ ഉള്ളേ? പൂവോ? വായിക്കത്തു വരും പൂവാണ്. ഉമ്മയുണ്ടോ അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഉമ്മയുണ്ടാന്ന് പൂടി അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴത്തേനും അച്ഛനും കുഞ്ഞാറ്റയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ലേറ്റ് വാങ്ങിച്ചിട്ടാണ് വന്നിട്ടോ. അങ്ങനെ മായത്തില്ലേ, അതിനകത്ത് മാഗ്നറ്റിക് അങ്ങനെ എന്തോ കാന്തം പിടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഞാനും ഏട്ടനും ദേവമോളും കുഞ്ഞിയും മോനും കൂടെ കേട്ടോ പോകുന്നത്. അമ്മയാണെങ്കിൽ ഓൾറെഡി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. വെറുതെ അവിടെ പോയി നിന്ന് അത്രയും നേരം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇവിടെ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പോകണ്ട, ഞങ്ങൾ ഏട്ടൻ വന്നിട്ട് പോവാന്ന്. അപ്പോൾ അമ്മയ്ക്ക് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് അവിടെ പോയി പോസ്റ്റ് ഇടിച്ചു. ഞങ്ങൾ പോയിട്ടേ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് നേരം ഒന്നും നിന്നില്ല, കാരണം ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നു. സാധാരണ ദീപാരാധന കഴിയുമ്പോഴേ കാളയൊക്കെ കയറ്റുന്നതാണ്. ഇവരാണെങ്കിൽ ഇപ്പോൾ വെച്ച് 11 മണിയാവാലും കയറാത്ത രീതിയായി. അപ്പം പിന്നെ പിള്ളേരെ കൊണ്ട് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ അത്രയും നേരം നിന്നില്ല. പിന്നെ ഐസ്ക്രീം എന്തായാലും ഞങ്ങൾ ഉത്സവത്തിന് പോലെ ഒപ്പിക്കുമല്ലോ. അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കുഞ്ഞിയുടെ കയ്യിൽ നിന്ന് അതുപോലെ അങ്ങ് പോയി കേട്ടോ. ഞാൻ കാശിക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ തെന്നി സ്ലിപ്പായിട്ട് അങ്ങ് പോയി. പിന്നെ വേറെ അത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നിടം വരെ കരഞ്ഞു. ഞാൻ ഇവനാണെങ്കിലും ഇപ്പം അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറൊന്നും ഇല്ലല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുമെന്നല്ലാതെ. അതുകൊണ്ട് അവനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും കണ്ട് കാളകളൊക്കെ വരുന്നതേ ഉള്ളൂ. നമ്മൾ വന്നിട്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു കാള കയറ്റിയെന്ന് തോന്നുന്നു കേട്ടോ, അമ്പലക്കാള, അല്ലാതെ വേറെ ഒന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ കളകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ കള പോലും അകത്ത് കയറും നമ്മൾ കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നിട്ട് കുറേ നേരം ഇങ്ങനെ ചെണ്ടമേളമൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നു എന്നല്ലാതെ അകത്ത് കയറുന്ന കണ്ടില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞാലും നമ്മുടെ ആഘോഷം, നമ്മുടെ നാട്ടിലെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഇതാണല്ലോ. അപ്പം പിന്നെ എന്തായാലും കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ട് അതിനകത്തൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു, കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ മെയിനായിട്ട് ചെണ്ടമേളം കേൾക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒത്തിരി നേരം ആയിട്ടുണ്ടായിരുന്നു, 9 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ പഴങ്കഞ്ഞൂടിപ്പാട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉത്സവമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ആചാരം സൗണ്ട് കേട്ടോ നിങ്ങളിപ്പം കേട്ടോണ്ടിരുന്നത്. അവനാണെങ്കിൽ എണീറ്റ് വന്നപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഉത്സവം കഴിയുന്നത്. പിറ്റേന്നത്താണ്ട് ഈ ഒരു പഴങ്കഞ്ഞി ഉടുപ്പോടെ നമ്മുടെ ഉത്സവത്തിനുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം അവസാനിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ചെറിയൊരു വീഡിയോ ആണ്, കുറച്ചൊക്കെ പോർഷനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല വീഡിയോ ഇട്ട് ഇനി വരാം കേട്ടോ. ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇതുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വരെ എല്ലാവരും വെയിറ്റ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.